ഹലോ, ഇന്ന് നമുക്ക് ന്യൂട്ടെല്ല വെച്ചൊരു പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. നിങ്ങളൊരു സ്വീറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ന്യൂട്ടെല്ല വെച്ചിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ന്യൂട്ടെല്ല ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് നമ്മൾ ബട്ടർ പേപ്പറിൽ ഈ ന്യൂട്ടെല്ല ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇത് നമുക്ക് ഫ്രീസ് ചെയ്യണം. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും ഇത് പെട്ടെന്ന് റെഡിയായി വരും കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യുക. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായൻ്റെ ഇത് ഇട്ടാലും മതി. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പാലാണ്. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് മൈദ കൂടി ആഡ് ചെയ്യുക. മൈദ ആഡ് ചെയ്ത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്യരുത്. സ്ലോലി ആയിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച നമ്മൾ ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എടുക്കാം. നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പാൻ കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ന്യൂട്ടെല്ല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ന്യൂട്ടെല്ല പാൻ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.